അമ്മയ്ക്ക് റിസൾട്ട് അയച്ചു കൊടുക്കാനുള്ളതാണ്. ഞാൻ പഠിക്കുന്നുണ്ട് പപ്പ. മോളെ, ഞാൻ കുറെ ദിവസമായി വിചാരിക്കുന്നു ഈ സൈറ്റ് ഒന്ന് എടുത്ത് തുടച്ചു വെക്കട്ടോ. എത്ര ദിവസമായി അതൊന്ന് പുറത്തെടുക്കട്ടെ. അതിന് തുടയ്ക്കൊന്നും വേണ്ട, അത് ഒത്തിരി പഴയതായി. അത് ശരി. എന്റെ അമ്മച്ചി ഓലക്സ് അല്ല, ഓലക്സ്. അതെന്തുമാകട്ടെ, ഏതേലും പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൂടെ കുഞ്ഞേ? അമ്മച്ചി ഇവിടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ലേ? ഞാൻ പറഞ്ഞിട്ട് അവൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. സൂസമ്മ അവിടെ വളരെ പ്രതീക്ഷയിലായിരിക്കണേ. അതെന്തെങ്കിലും ഇവൾക്ക് അറിയണോ? ഞാൻ ഇറങ്ങും അമ്മച്ചി. മരുന്ന് കൂടി കൊണ്ടുവരാൻ മറക്കല്ലേ. ഓർമ്മയുണ്ട് അമ്മച്ചി, ഞാൻ വൈകുന്നേരം വരുമ്പോൾ കൊണ്ടുവരാം. മോളെ, അടുത്ത വർഷം 12ാം ക്ലാസ്സിലേക്ക് ഓർമ്മ വേണം. പഠിക്കണല്ലേ? പഠിക്കേട്ട മോളെ. ഞാൻ ഇറങ്ങണം. കള്ളന്മാര് മേടിച്ചിട്ട് ഇപ്പൊ കുറെ വീടുകളിലൊക്കെ ക്യാമറ വെക്കുന്നുണ്ട്. ക്യാമറ വെച്ച വീടുകളിലാണെങ്കിൽ കള്ളന്മാര് വന്നു കഴിഞ്ഞാൽ മൊബൈലിൽ കാണാൻ പറ്റും. കാലം പോയൊരു പോക്കേ. അമ്മയ്ക്ക് ഒരു നല്ല മൊബൈൽ വാങ്ങിക്കണം. അതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് നോക്കാനും അറിയില്ല. അതിനൊക്കെ വലിയ വിലയല്ലേ. ഞാൻ പഠിപ്പിച്ചു തരില്ലേ? ഞാനൊന്ന് വലുതാവട്ടെ, എല്ലാം ശരിയാക്കാം. അതൊന്നും ഇപ്പൊ സാധിക്കില്ല. വലിയ വീടാണല്ലോ, ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ആരെങ്കിലും ഉണ്ടായാ മതിയായിരുന്നു. മോൻ ആ ബെല്ലൊന്നാ മതിയേ. ഞങ്ങള് മില്ല് നടത്തുന്ന മത്തായി ചേട്ടന്റെ വീടിനടുത്തുള്ളതാ. അതെ വല്യമ്മേ, ഞാൻ അവിടെ ജോലിക്ക് നിൽക്കുന്നതാ. ആ, മില്ലിനടുത്ത് തന്നെയാ, വാടകയ്ക്കാ. ആളൊരു പിശുക്കനാ. നിങ്ങൾ എന്തിനാ വന്നതെന്ന് പറഞ്ഞില്ലല്ലോ? അമ്മച്ചി, ഇവിടുത്തെ സൈക്കിള് വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അതൊന്ന് നോക്കാൻ വന്നതാ. ഇവിടുത്തെ ചിഞ്ചു മോളെയാ. മോളെ ചിഞ്ചു. ആരാ അമ്മച്ചി? നിങ്ങളാരാ? OLX-ല് കണ്ടിട്ട് സൈക്കിള് നോക്കാൻ വന്നതാ. സൈക്കിൾ പൈസ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? ആ, പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. മോള് പഠിക്കാന്നോ? ഏത് ക്ലാസ്സിലാ? ഓ, അപ്പൊ ആ കുട്ടിയുടെ അമ്മയൊക്കെ എന്ത്? ഓ, അപ്പൊ അപ്പനും വിദേശത്തായിരിക്കും അല്ലേ? ഓ, നല്ലതാണോ സൈക്കിള്? ആ, സൈക്കിള് നല്ലതാ. ആ, പൈസ എത്രയാന്ന് പറഞ്ഞേ? ചാറ്റ് ചെയ്തപ്പോ കുറച്ച് തരാന്നല്ലേ പറഞ്ഞത്? 1500 രൂപ തന്നിട്ട് ബാക്കി 1000 അടുത്ത മാസം തന്നാ മതിയാ. അതെ, അവന് നാളെ മുതൽ പത്രം ഇടാൻ പോകാനായിരുന്നു. എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോണ്ട് പോകാം. പൈസ മുഴുവൻ തന്നിട്ട് എടുത്തോണ്ട് പോകാം. എന്നാ പിന്നെ ഞങ്ങള് പിന്നെ വരാം. ആ, ജോണിക്കുട്ടി വരുന്നുണ്ടല്ലോ. ചേച്ചി, വേണ്ട അമ്മേ, ഇനി ചോദിക്കണ്ട. പത്രം ഞാൻ കവറിൽ വെച്ച് കൊണ്ടുപോയിക്കോളാം. അത് സാരില്ല, ഒന്നുകൂടി ചോദിക്കാം. എന്താ എന്താ അമ്മയും മോനും കൂടി?
അതെ, ഈ സൈക്കിൾ വിൽക്കാനായിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് നോക്കിയില്ലേ? അതവർ നോക്കിയതാ പപ്പ. അതിന് പൈസ തികഞ്ഞില്ല. അതിലിട്ടത് കൊണ്ടുവന്നില്ലേ? അത് കൊച്ചെന്തെങ്കിലും കുറച്ച് തരാമെന്നാ പറഞ്ഞായിരുന്നേ. അതിന് 2500 രൂപ പറയണേ. അതിനാരൊക്കെയോ വന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അത്രയും കയ്യിലില്ലേ? ഓ, മോന് സ്കൂളിൽ പോകാനാണോ? സൈക്കിള് നോക്കിയോ നീ? ആ സൈക്കിള് നോക്കി, സ്കൂളിൽ പോകാനില്ല. ഒന്നുകൂടി നോക്കിയേ, ഒന്നുകൂടി നോക്കിയേ. ചേച്ചി, അവന് ക്ലാസ് പോകാനാണോ? അല്ല, നാളെ മുതൽ പത്രം വിടാൻ പോകാനായിരുന്നു. പത്രം ഇടാൻ പോകാനോ? അവൻ കുഞ്ഞല്ലേ ചേച്ചി? അതിന് ഞാൻ പറഞ്ഞിട്ടല്ല. ഓ, പത്രം ഇടാൻ പോകാനല്ലേ? അപ്പൊ അവന്റെ പപ്പ? അവന് 1.5 വയസ്സുള്ളപ്പോ ഒരു അപകടം. ഡ്രൈവറായിരുന്നേ. സൈക്കിൾ ഇഷ്ടായോ? ആ സൈക്കിൾ ഇഷ്ടമായി. 1-2 റിപ്പയർ പഞ്ചറൊക്കെ ഉണ്ടല്ലേ? ആ പഞ്ചറുണ്ട്. 1500 രൂപ തന്നിട്ട് ബാക്കി 1000 അടുത്ത മാസം തന്നാ മതിയാ. ഉള്ളത് മതി ചേച്ചി. നല്ല മഴയാണല്ലോ മോനെ. നിനക്ക് സൈക്കിളിൽ പോകാൻ റെയിൻകോട്ടൊക്കെ ഉണ്ടോ? റെയിൻകോട്ടൊന്നുമില്ല. അത് ഞാൻ തോളിൽ കുട വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ എനിക്ക് പരിചയമുണ്ട്. ഓ, റെയിൻകോട്ട് ഇല്ല, കൊടയുണ്ടോ? അമ്മയുടെ കുട ഒരെണ്ണമുണ്ട്, അത് വെച്ച് ഞാൻ കൊണ്ടുപോകും. അമ്മ ജോലിക്ക് ഇറങ്ങുമ്പോഴേക്കും ഞാൻ തിരിച്ചു വരും. അത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. കൊടയില്ല, റെയിൻകോട്ടും ഇല്ല. ആ സാരില്ല, അതൊക്കെ പിന്നെ മേടിക്കാം. മോൻ പത്രം ഇട്ടിട്ട് എപ്പോഴാ പഠിക്കുക? ഏത് സ്കൂളിലാ പോകുന്നേ? ഞാൻ ഇവിടെ സെന്റ് ഫ്രാൻസിസ് സ്കൂളിൽ അവിടെ പഠിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ഞാൻ കോഴിക്കടയിൽ പോകുന്നുണ്ട്. അപ്പൊ അവിടെ എനിക്ക് ഒഴിവ് കിട്ടും, ഞാൻ ആ സമയത്ത് ഇരുന്ന് പഠിക്കും. കോഴിക്കടയിലോ? കോഴിക്കടയിലോ? ചേച്ചി, ഇത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ. വാങ്ങിച്ചോളൂ ചേച്ചി, നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ. ഞങ്ങളെക്കാൾ ആവശ്യം ഇത് നിങ്ങൾക്കാണ്. പിന്നെ അല്ലാതെ ചിലവ് അതിനും ആവും. ഇവനൊരു റെയിൻകോട്ടോ കൊടയോ എന്തെങ്കിലും വാങ്ങിക്കാനും അത് ഉപകരിക്കും. മോനെ, റോഡ് നിറച്ചും കുണ്ടും കുഴിയണം. റോഡ് കൂടെ പോകുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ. സർക്കസ് ഒന്നും വേണ്ട സൈക്കിളില്. ശ്രദ്ധിക്കണം കേട്ടോ. സൈക്കിൾ എടുത്തിട്ട് പോയിക്കോ. കിട്ടി. അത് ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. എനിക്കെല്ലാം മനസ്സിലായിട്ടോ. മോളെ, നിനക്ക് ഇത്തരം സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാനും നിന്റെ മമ്മിയും എല്ലാം സമയത്തിന് ചെയ്തു തരാറുണ്ട്. അതുകൊണ്ട് നിനക്കൊന്നും അറിഞ്ഞിട്ടില്ല. ആ പാവം മോന്റെ മുഖം കണ്ടില്ലേ? പഴയതാണെങ്കിലും അവർക്കത് ഉപകരിക്കും. അവരുടെ മുഖത്ത് കണ്ട സന്തോഷം കണ്ടില്ലേ? നമ്മളും അതിൽ സന്തോഷിക്കണം മോളെ. ശരിയാ പപ്പ, എനിക്കിതൊക്കെ അറിയാമായിരുന്നു. പക്ഷെ അവസരം വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കാതെ പോയി. സാരില്ല മോളെ. നല്ല സമയത്താണ് കയറി വന്നത്. അതെന്താ അമ്മച്ചി? കുഞ്ഞിനെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുകയല്ലേ ചെയ്യേണ്ടത്. മക്കളെ, പപ്പ ചെയ്തതാ ശരി. മഠത്തിലമ്മമാര് വേദപാഠ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടില്ലേ? ആ മകനെ കണ്ടോ നീ? കഷ്ടത്തിലായിരിക്കുന്നവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണമെന്നല്ലേ നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നന്മ ചെയ്ത് ജീവിക്കണം. നന്മ ചെയ്ത് മാത്രം.